So, hello students. Today we are going to learn a new poem in our text. The name of the poem is The Ballad of Mulan. So, what is a ballad? So, ballad are a poem or song that are very short in stanza that narrates a story. And it is passed from one generation to another generation orally. ബാലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാട്ടോ അല്ലെങ്കിൽ എന്താണ്, ഒരു പദ്യമായിരിക്കും, അതിനകത്ത് ഒരു കഥയായിരിക്കും പറയുന്നത്. അത് ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിൽ നമ്മൾ എന്താണ് വായ്മൊഴിയായിട്ട്, അതായത് നമ്മൾ പാടി പാടി ഒരു ജനറേഷൻ എങ്ങും എഴുതിയൊന്നും വെച്ചിട്ടില്ല, അത് പാട്ടിന്റെ രൂപത്തിൽ ഓരോരുത്തർ പാടി പാടി ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്തതാണ്. നമുക്കറിയാം, ഒത്തിരി സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കായംകുളം കൊച്ചുണ്ണി സിനിമ കണ്ടിട്ടില്ലേ? അതിനകത്തൊരു പാട്ടില്ലേ, നാട് വാഴുക നഗരം വാഴുക. അതൊക്കെ എന്താണ്? നാടോടി പാട്ടാണ്. അതായത് ഒരു ജനറേഷനിൽ നിന്നും ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് ഇങ്ങനെ കൈമാറ്റം ചെയ്തു വരുന്ന ചെറിയ പദ്യങ്ങളാണ് ഈ ബാലഡ്. So Ballad of Mulan. This is the name of the chapter that we are going to study. It's an anonymous writer. We don't know who has written it. അതായത് നാടൻ പാട്ടുകളാണെങ്കിൽ ഇത് ആരാ എഴുതിയെന്ന് നമുക്കറിയത്തില്ല. ഇതിന്റെ ഓതർ കറക്റ്റ് ആയിട്ട് എഴുതിയ ആരാണ്, റൈറ്റർ ആരാണെന്ന് നമുക്കറിയത്തില്ല. വി ഡോണ്ട് നോ ദി റൈറ്റർ. ഇറ്റ് ഈസ് പാസ്ഡ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ ജനറേഷൻ. സോ ദിസ് ഇസ് എ ചൈനീസ് ബാലഡ്. ചൈനീസ് ബാലഡ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസ്ലേറ്റഡ് ടു ഇംഗ്ലീഷ് ബൈ ഹാൻസ് എച്ച് ഫ്രാങ്കൽ. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഹാൻസ് എച്ച് ഫ്രാങ്കൽ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. So first I will recite the first stanza and I will explain it for you. Tisk tisk and again tisk tisk, Mulan is facing the door. You don't hear the shuttle sound, you only hear daughter sigh. They ask daughter who is in her heart, they ask daughter who is on her mind. No one is in daughter's heart, no one is on daughter's mind. Last night I saw the draft poster. The Khan is calling many troops. The army list is in 12 scrolls. On every scroll there is father's name. Father has no grown-up son. Mulan has no elder brother. I want to buy a saddle and horse and serve in the army in father's place. So tisk tisk and again tisk tisk. It is a sound of the weaving machine. നിങ്ങൾ കണ്ടിട്ടുണ്ട്, കൈകൊണ്ട് നെയ്യുന്ന മെഷീൻ ഇല്ലേ, അതിന്റെ സൗണ്ട് ടിസ് ടിസ് ആൻഡ് അഗൈൻ ടിസ് ടിസ്. മുലാൻ ബീസ് ഫേസിംഗ് ദ ഡോർ. സോ ഷീ ഈസ് സിറ്റിംഗ് ആൻഡ് വീവിംഗ് ആൻഡ് ഷീ ഈസ് ഫേസിംഗ് ദ ഡോർ. ഡോറിലോട്ട് നോക്കി ചെയ്തുകൊണ്ടാണ് ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്താണ് വീവിംഗ് മെഷീനിൽ തുണി വീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യു ഡോണ്ട് ഹിയർ ദ ഷട്ടിൽ സൗണ്ട്, യു ഓൺലി ഹിയർസ് ഡോട്ടേഴ്സ് സൈ. യു ഡോണ്ട് ഹിയർ ദി ഷട്ടിൽ സൗണ്ട്. Here you, it refers to her parents. You hear her daughter's sigh. Sigh means her deep breath. നെടുവീർപ്പ്. You only hear daughter. You don't hear the shuttle sound. നിങ്ങൾ എന്താണ് ആ ഷട്ടിലിന്റെ ആ വീവിംഗ് സൗണ്ട് നിങ്ങൾ കേൾക്കുന്നില്ല. നിങ്ങൾ എന്ത് മാത്രമേ കേൾക്കുന്നുള്ളൂ? കുട്ടിയുടെ സായ്, നിങ്ങൾ കുട്ടിയുടെ നെടുവീർപ്പ് മാത്രമാണ് കേൾക്കുന്നത്. നിങ്ങൾ എന്ത് കേൾക്കുന്നില്ല? ആ ഷട്ടിലിന്റെ സൗണ്ട്, ആ മെഷീന്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നില്ല. യു ഡോണ്ട് ഹിയർ ദി ഷട്ടിൽ സൗണ്ട്, യു ഓൺലി ഹിയർ ഡോട്ടേഴ്സ് സൈ. ദേ ആസ്ക് ഡോട്ടർ ഹൂ ഈസ് ഇൻ ഹർ ഹാർട്ട്, ദേ ആസ്ക് ഡോട്ടർ ഹൂ ഈസ് ഓൺ ഹർ മൈൻഡ്. സോ ഹർ പേരൻസ് ആർ ആസ്കിംഗ് ഹർ ഹൂ ഈസ് ഇൻ ഹർ ഹാർട്ട്. നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? നിന്റെ കാര്യങ്ങൾ ഇഷ്ടമുണ്ടോ? അതാണ്. ദേ ആസ്ക് ഡോട്ടർ ഹൂ ഈസ് ഇൻ ഹർ ഹാർട്ട്, ദേ ആസ്ക് ഡോട്ടർ ഹൂ ഈസ് ഓൺ ഹർ മൈൻഡ്. നിന്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ? നിനക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടോ? എന്താ പ്രശ്നം? നീ ഇത്ര നെടുവീർപ്പെടാൻ കാര്യം എന്താണ്? No one is in daughter's heart, no one is on daughter's mind. No one is in daughter's heart. ആരുമില്ല, മനസ്സിൽ ആരുമില്ല. No one is in daughter's mind. മനസ്സിലൊന്നും ആരെ കുറിച്ചവള് ചിന്തിക്കുന്നില്ല.
Last night I saw the draft poster. The Khan is calling many troops. Last night I saw draft poster. The Khan is calling many troops. So here Mulan is saying, last night I saw draft poster. കഴിഞ്ഞ ദിവസം ഞാൻ എന്ത് കണ്ടു? I saw the draft poster. Draft means written orders of the Khan. Here refers to emperor. രാജാവിന്റെ written order ആണ് ഞാൻ കണ്ടത്. Last night I saw the draft poster. The Khan is calling many troops. So he is calling people to his army. അദ്ദേഹത്തിന്റെ ആർമിയിലേക്ക് എന്താണ് ട്രൂപ്പിലേക്ക് അദ്ദേഹം ആൾക്കാരെ ക്ഷണിക്കുന്നു. The army list is in 12 scrolls. ആ ലിസ്റ്റ് എത്രയാണ്? 12 scrolls. Scrolls means എന്താണ്? റൗണ്ട് ആയിട്ട് വെക്കുന്നത്. പണ്ടത്തെ കണ്ണിൽ തുറന്നാണ് രാജാക്കന്മാരുടെ ഓർഡേഴ്സ് ഒക്കെ വായിക്കുന്നത്. അപ്പൊ 12 scrolls ആയിട്ടായിരുന്നു രാജാവിന്റെ ഓർഡർ. The Khan is calling many troops. The army list is in 12 scrolls. On every scroll there is father's name. അപ്പൊ ആ സ്ക്രോളിലൊക്കെ എവിടെ എന്താണ്? അച്ഛന്റെ പേരുണ്ട്. Father has no grown-up son. Mulan has no elder brother. I want to buy a saddle and horse and serve in the army in father's place. So you know that in some places it is compulsory to join. One member from the family should join in the army and should serve in the army. എന്നാൽ ഒരാളെങ്കിലും ആർമി ജോയിൻ ചെയ്യണം, കുറച്ചുനാൾ സർവീസ് ചെയ്യണം നിർബന്ധം. ഒരാളെങ്കിലും ഒരു കുടുംബത്തിൽ. അപ്പൊ എന്നാൽ ഇവിടെ അച്ഛന്റെ പേര് എവിടെയുണ്ട്? ആർമി ഖാന്റെ ലിസ്റ്റിലുണ്ട്. ട്രൂപ്പിലേക്ക് ആളെ വിളിച്ച ലിസ്റ്റിൽ അച്ഛന്റെ പേരുണ്ട്. ഫാദർ ഹാസ് നോ ഗ്രോൺ അപ്പ് സൺ. മുതിർന്ന ആൺമക്കളൊന്നും ആർക്കില്ല, അച്ഛനില്ല. മുലാൻ ഹാസ് നോ എൽഡർ ബ്രദർ. മുലാൻ ആണ് മൂത്ത കുട്ടി. അതിനേക്കാൾ മൂത്ത ആൺകുട്ടികൾ ആരും അവിടെ ഇല്ല. I want to buy a saddle and horse and serve in the army in father's place. അപ്പൊ എനിക്ക് എന്താണ്? ഒരു സാഡിലും ഹോഴ്സും വാങ്ങിക്കണം. അതിന്റെ അച്ഛന് പകരം എനിക്ക് എന്താണ്? ആർമിയിൽ സെർവ് ചെയ്യണം. എനിക്ക് കുറച്ച് നാൾ ആർമിയിൽ വർക്ക് ചെയ്യണം. അച്ഛന് പകരം ഞാൻ പോകാൻ തയ്യാറാണ്. സോ ഐ വാണ്ട് ടു ബൈ എ സാഡിൽ ആൻഡ് എ ഹോഴ്സ്. ഒരു കുതിര വാങ്ങണം. സാഡിൽ എന്താണ്? ഇരിപ്പിടം. കുതിരയുടെ പുറത്തിടുന്ന സീറ്റിനെയാണ് സാഡിൽ എന്ന് പറയുന്നത്. സോ ഐ വാണ്ട് ടു ബൈ എ സാഡിൽ ആൻഡ് ഹോഴ്സ് ആൻഡ് സെർവ് ഇൻ ദ ആർമി ഇൻ ഫാദേഴ്സ് പ്ലേസ്. In the east market she buys a spirited horse. In the west market she buys a saddle. In the south market she buys a bridle. In the north market she buys a long whip. At dawn she takes leave of fathers and mother. Leave of father and mother. In the evening camps on the yellow river's bank. She doesn't hear the sound of father and mother's calling. She only hears the yellow river's flowing water cry tis tis. So, in the east market, she buys a spirited horse. So, for going to the army, she is buying a spirited horse. What is spirited horse? Spirited means energetic. നല്ല എനർജറ്റിക് ഉള്ള ഒരു കുതിരയെ വാങ്ങുന്നു. She is buying it from the east market. In the west market, she buys a saddle. So, from the west market, she is buying a saddle. സീറ്റ് വാങ്ങിക്കുന്നു. In the south market, she buys a bridle, and from the south market she is buying a bridle. Bridle means reins. കുതിരയുടെ എന്താണ്? കടിഞ്ഞാല്. Reins means കടിഞ്ഞാൽ. കുതിരയെ കടിഞ്ഞാലാണ് വാങ്ങിക്കുന്നത്. She is buying it from the south market. In the north market she buys a long whip. നോർത്തിലെ മാർക്കറ്റിൽ എന്താ? വിപ്പ്. വിപ്പ് എന്താണ്? ചാട്ടവാറ്. നാല് കാര്യങ്ങൾ എന്താണ്? 4 മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. സ്പിരിറ്റഡ് ഹോഴ്സ്, സാഡിൽ, ബ്രിഡിൽ, വിപ്പ്. കാര്യം എന്താണ് കാര്യം? ഇതാണ്, മറ്റുള്ളവർ ആരും അറിയാൻ പാടില്ല. അവൾ പട്ടാളത്തിൽ ചേരാൻ പോവുകയാണെന്നുള്ള കാര്യം ആരും അറിയാൻ പാടില്ല. ആരും അറിയരുതെന്നുള്ളൊരു ധാരണ, അവർക്ക് ഒരു വിശ്വാസമുണ്ട്. എന്താരും അറിയാൻ പാടില്ല. ഇങ്ങനെ പട്ടാളത്തിൽ പോകുന്ന കാര്യം ആരും അറിയരുതെന്ന് നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 4 മാർക്കറ്റ്. ഷീ ഈസ് ബൈയിങ് ദ 4 things ഫ്രം ഡിഫറെന്റ് മാർക്കറ്റ്സ് ബിക്കോസ് ഷീ ഡസന്റ് ലൈക്ക് ദാറ്റ് anybody know that she is going to serve in the army. At dawn she takes leave of father and mother. At dawn means the morning. She takes the dawn means morning. She takes leave of father and mother. In the evening camps on the yellow river's bank, and by evening she reaches the yellow river's bank. Yellow river
the second largest river in China. It's the second longest river in China, and she reaches there by evening. She doesn't hear the sound of father and mother calling. So when she started the journey, her father and mother were calling her back, but she didn't listen their sound. അവരുടെ ഒച്ചയൊന്നും അവൾ കേൾക്കുന്നില്ല, അവർ തിരിച്ചു വിളിക്കുന്നൊന്നും അവൾ കേൾക്കുന്നില്ല, അവൾ തിരിച്ചിങ്ങ് പോകുന്നു. ഇപ്പൊ ഒത്തിരി ദൂരെ ഇങ്ങ് പോകുന്നു. She cannot hear the sound of her parents. She only hears the yellow river's flowing water cry tis tis. So she can only hear the sound of the yellow river now. The flow of yellow river. ആ yellow riverന്റെ വെള്ളത്തിന്റെ ഒഴുക്ക് മാത്രമാണ് ഇപ്പൊ അവർക്ക് കേൾക്കാൻ പറ്റുന്നത്. At dawn, she takes leave of the yellow river. In the evening, she arrives at Black Mountain. She doesn't hear the sound of father and mother calling. She only hears Mount Yen's nomad horses cry chiff chiff. She goes 10,000 miles on the business of war. She crosses passes and mountains like flying. Northern just carry the rattle of army ports. Chilly light shines on iron armor. Generals die in 100 battles. Stout soldiers return after 10 years. On her return, she sees the Son of Heaven. The Son of Heaven sits in the splendid hall. He gives out promotion in 12 ranks and prices of 100,000 and more. The Khan asks her what she desires. So at dawn, she takes leave of the yellow river. Dawn means morning. So from the morning, she leaves from the yellow river. Near the yellow river, she is leaving there. In the evening, she arrives at Black Mountain, and by evening, she reaches Black Mountain, Mountain Sahu in Inner Mongolia. So it is a mountain in the Inner Mongolia, Black Mountain. She doesn't hear the sound of father and mother calling. She doesn't hear the sound of father and mother calling. She is not hearing the sound of her father and mother. She is so much far away from her house. Now she is not thinking about her father or mother. She is only thinking of going and joining the army. എന്താണ് അച്ഛൻ്റെ അമ്മയുടെ സൗണ്ട് ഒന്നും കേൾക്കുന്നത്, അവരെ കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്കുന്നില്ല. എങ്ങനെയെങ്കിലും എന്താണ് പട്ടാളത്തിൽ ചെന്ന് ജോയിൻ ചെയ്യണം, ആർമി ചെന്ന് ജോയിൻ ചെയ്യണം എന്നുള്ള ചിന്ത മാത്രമേ അവർക്ക് ഉള്ളൂ. She only hears Mount Yen nomad horses cry chiff chiff. So she only hears Mount Yen's nomad horses cry chiff chiff. Now she can hear only the sound of the horses. She goes 10,000 miles on the business of war. For the business of war, she goes 10,000 miles on the business of war. She crosses passes and mountains like flying. Now she is in the war front. ഇപ്പൊ യുദ്ധഭൂമിയിൽ എത്തി, രാജാവിന്റെ അടുത്ത് എത്തി. ഇപ്പൊ എന്താണ് 10,000 miles എന്തിനു വേണ്ടി യാത്ര ചെയ്തു? യുദ്ധത്തിന് വേണ്ടി അവൾ യാത്ര ചെയ്തു. ഇപ്പൊ അവർക്ക് എന്താ വേറെയുള്ള സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല, ഹോഴ്സസിന്റെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. She goes 10,000 miles on the business of war. She crosses passes and mountains like flying. So she crosses passes mountains like flying. യുദ്ധഭൂമിയിൽ ഇങ്ങനെ പറന്നാണ് യുദ്ധം ചെയ്യുന്നത്. ഭയങ്കര സ്പീഡിലാണ് യുദ്ധം നടക്കുന്നത്. കാര്യങ്ങളൊക്കെ വളരെ സ്പീഡിലാണ് നടക്കുന്നത്. Northern just carry the rattle of army ports. Chilly light shines on iron armor. Northern just carry the rattle of army ports. Here means എന്താണ്? ആവേശത്തോടു കൂടിയാണ് ഇവിടെ യുദ്ധം ചെയ്യുന്നത്. ജസ്റ്റ് മീൻസ് ആവേശത്തോടു കൂടിയുള്ള യുദ്ധം മാത്രമേ ഉള്ളൂ അവിടെ. ചില്ലി ലൈറ്റ് ഷൈൻസ് ഓൺ ദി അയൺ ആർമർ. വാള് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന സൗണ്ട്. പിന്നെ ആർമറിന്റെ പടച്ചട്ട. യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സാണ്. അപ്പൊ അതിന്റെ പുറത്ത് എന്താണ് വെപ്പൻസ് കൊള്ളുമ്പോൾ ഉള്ള ഷൈനിങ് അപ്പിയറൻസും സൗണ്ടും ഒക്കെ മാത്രമേ കേൾക്കുന്നുള്ളൂ. Chilly light shines on iron armor. Generals die in 100 battles. Generals die. ഒത്തിരി പട്ടാളക്കാർ എന്താണ് അവിടെ മരിച്ചു വീഴുന്നുണ്ട്. Stout soldiers return after 10 years. അങ്ങനെ 10 വർഷത്തെ യുദ്ധം കഴിഞ്ഞ് after 10 years. So the stout soldiers. Stout means strong ആയിട്ടുള്ള പട്ടാളക്കാർ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? തിരിച്ച് വരുന്നത്. On her return she sees the Son of Heaven. The Son of Heaven sits in the splendid hall. So on her return, she sees the Son of Heaven. So Son of Heaven here means Emperor or King. It's Khan. നമ്മൾ കേട്ടാണ് ഖാനിനെ കുറിച്ച്. Emperor. തിരിച്ചു വരുമ്പോൾ എന്തൊരു splendid hall. രാജകൊട്ടാരത്തിൽ ആരിയ്ക്കുന്നു? The Emperor is sitting there.
The son of heaven sits in the splendid hall. He gives out promotion in 12 ranks. 12 ranks പ്രൊമോഷൻ ആണ് കൊടുത്തത്. അതായത് മന്ത്രിയാക്കിയാൽ സാധാരണ പട്ടാളക്കാരനെ എന്താക്കുന്നു അവിടെ മന്ത്രിയാക്കി പ്രൊമോഷൻ കൊടുക്കുന്നു. He gives out promotion in 12 ranks and prizes of 100 and 1000 and more. 100 and thousands എന്താണ് ആയിരക്കണക്കിന് നാണയങ്ങളും സ്വർണ്ണമൊക്കെയാണ് എന്ത് ചെയ്യുന്നത് പ്രൈസ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. The Khan asks her what she desires. Next the Khan asks her what she desires. അവളുടെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുന്നു. ഇത്രയും നാൾ യുദ്ധമൊക്കെ ചെയ്ത് വിജയമായിട്ട് ജയിച്ച് തിരിച്ചു വന്ന എന്ത് വേണമെന്നാണ് ചോദിക്കുന്നത്. Mulan has no use for a minister's post. I wish to ride a swift mount to take me back to my home. So Mulan has no use for a minister's post. മുലാന് യാതൊരുവിധ പദവിയും വേണ്ട, മിനിസ്റ്ററിന്റെ പോസ്റ്റ് ഒന്നും വേണ്ട. ഐ വിഷ് ടു റൈഡ് എ സ്വിഫ്റ്റ് മൗണ്ട്. എനിക്ക് നല്ല സ്പീഡുള്ള ഒരു കുതിര, സ്വിഫ്റ്റ് മൗണ്ട്, നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്ന ഒരു കുതിര വേണം. ടു ടേക്ക് മീ ബാക്ക് ടു മൈ ഹോം. എനിക്ക് എന്റെ വീട്ടിൽ തിരിച്ചു പോകണം. എനിക്കപ്പോൾ പദവിയും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് തിരിച്ച് വീട്ടിൽ പോയാൽ മതി. When father and mother hear daughter is coming, they go outside the wall to meet her, leaning on each other. When elder sister hears young sister is coming, she fixes her robe facing the door. When little brother hears elder sister is coming, he whets the knife tube for pig and sheep. So when father and mother hear daughter is coming, മകൾ വരുന്ന കാര്യം അറിയുമ്പോൾ, മകൾ വരുന്നുണ്ടെന്ന് അച്ഛനും അമ്മയും കേൾക്കുമ്പോൾ എന്താണ്, they go outside the wall. വില്ലേജിന് ചുറ്റും വാളുണ്ട്. ആ വാള് മതിലൊക്കെ കടന്ന് അതിർത്തിയൊക്കെ കടന്ന് അവരെന്ത് ചെയ്യുന്നു, പരസ്പരം പ്രായമായാലും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് കൈ പിടിച്ച് എന്നാൽ ഒരാളുടെ പുറത്ത് ലീൻ ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, പുറത്തേക്ക് പോകുന്നു മകളെ സ്വീകരിക്കാനായിട്ട്. Meet their daughter. When father and mother hear daughter is coming, they go outside the wall to meet her, leaning on each other. When elder sister hears the younger sister is coming, she fixes her rake facing the door. When elder sister hears younger sister is coming, ഇപ്പൊ elder sister മൂത്ത സഹോദരി കേൾക്കുന്നത് എന്താണ്, ചെറിയ സഹോദരി വരുന്നുണ്ട്, younger sister വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ എന്താണ്, she fixes her rake facing the door. Rake means എന്താണ്, red powder used as cosmetics on cheeks. റൂഷ് ഒക്കെ ഇടാനൊക്കെ പറയത്തില്ല. അപ്പൊ ഫേസ് പാക്കും ഒക്കെ ഇട്ട് നല്ല സുന്ദരി ആകാനായിട്ട്, അതായത് സഹോദരി വന്നെന്ന് അറിയുമ്പോ എന്താണ്, ചേച്ചി ഒരുങ്ങാൻ പോയിരിക്കുകയാണ് അനിയത്തിയെ സ്വീകരിക്കാനായിട്ട്. When little brother hears elder sister is coming, he bets the knife you took for pig and sheep. ഇളയ സഹോദരൻ, smaller brother is hearing that his sister is coming, elder sister is coming. He bets the knife. Bets മൂർച്ച കൂട്ടുക. WHETS bet means sharpens. He sharpens the knife to cut the pigs and sheep. എന്താണ്, ഇറച്ചി പോർക്കും ഷീപ്പും ഒക്കെ എന്താണ്, പിഗിനെയൊക്കെ കൊന്ന് ഇറച്ചി എടുത്ത് എന്താണ്, ഗസ്റ്റ് വരികയല്ലേ, കുറെ നാള് കഴിഞ്ഞ് ചേച്ചി തിരിച്ചു വരികയല്ലേ, അപ്പം നല്ല ഫീസ്റ്റ് ആണ്, നല്ല ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി എന്താണിത് ഇറച്ചിയൊക്കെ മേടിച്ചോണ്ടൊക്കെ വരിക, അത് മുറിക്കാനായിട്ട് നൈഫ് മൂർച്ച കൂട്ടുകയൊക്കെ ചെയ്യുന്നു. I open the door to my east chamber. I sit on my couch in the best room. I take off my wartime gown and put on my old-time clothes. So, I open the door to my east chamber. So here Mulan is saying that she opens the door of her east chamber. Chamber means room. East chamber le muride door open cheyunu. I sit on my couch. Couch means bed, kedaka. I sit on my couch in the best room. I take off my wartime gown. ഇപ്പൊ യുദ്ധത്തിന് ഇടുന്ന ഡ്രസ്സൊക്കെ ഞാൻ എടുത്തു മാറ്റുന്നു. I take off my wartime gown and put on my old time clothes. എന്റെ പണ്ട് ഞാൻ ധരിച്ചിരുന്ന ഡ്രസ്സൊക്കെ ഞാൻ എടുത്തിരുന്നു. യുദ്ധത്തിന് പോകാനിട്ട ഡ്രസ്സൊക്കെ ഞാൻ മാറ്റി. ഇപ്പൊ എന്താണ്, തിരിച്ച് നേരത്തെ പട്ടാളക്കാരന്റെ വേഷം കെട്ടിയത് എന്താണ്, ഇപ്പൊ മാറ്റിയിട്ട് വീണ്ടും ഒരു സ്ത്രീ ആയിട്ട് മാറുന്നു. And put on my old time clothes. സ്ത്രീ ആയിട്ട് മാറാൻ സ്ത്രീകളുടെ ഡ്രസ്സ് ഇടുന്നു. Facing the window, she fixes her cloud-like hair. Hanging up a mirror, she taps on yellow flower powder. She goes out the door and sees her comrades. And put on my old-time clothes. Facing the window, she fixes her cloud-like hair.
Fixes means to comb the hair. മുടിയൊക്കെ ഈരി കെട്ടിയൊക്കെ വെക്കുന്നു. She fixes the hair. Hanging up a mirror, she dabs on yellow flower powder. Again, she is also putting some powder on her face, yellow flower powder. And she's dressing herself to go back to home. വീട്ടിൽ തിരിച്ചു പോകാനായിട്ട് എന്താണ് പട്ടാളക്കാരുടെ വേഷമൊക്കെ അയച്ചു മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, അവളുടെ പഴയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നല്ലപോലെ മുടിയൊക്കെ ഈരി കെട്ടി പൗഡറൊക്കെ ഇട്ട് ഒരുങ്ങുന്നു. She goes out the door and sees her comrades. Now she is coming out of her room and she meets her comrades. Comrades means those are working together with her. അവളുടെ കൂടെ ഉള്ളവരെ എന്ത് ചെയ്യുന്നു, അവള് പോയി കാണുന്നു. Her comrades are all amazed and perplexed. Her comrades are amazed and perplexed. Traveling together for 12 years, they didn't know Mulan was a girl. Traveling for 12 years together, they don't know that the Mulan was a girl. ഇപ്പം 12 വർഷം ഇവരുടെ കൂടെ മുലാൻ ഉണ്ടായിട്ട് അവർക്ക് അറിയാൻ സാധിച്ചില്ല മുലാൻ ഒരു സ്ത്രീയാണെന്ന്, പെൺകുട്ടിയാണെന്ന് അവർക്ക് അറിയാൻ സാധിച്ചില്ല. Her comrades are all amazed and perplexed. അവരാകെ അതിശയിച്ച് നിന്ന് പോവുകയാണ്, നല്ല കൺഫ്യൂസ്ഡ്. അവർ കാണുമ്പോൾ ഒരു മാറ്റം കാണുമ്പോൾ അവർക്ക് മൊത്തത്തിലൊരു അതിശയമാണ്. Traveling together for 12 years, they didn't know Mulan was a girl. Then there is no difference in gender difference here. പെൺകുട്ടിയാണ് ആൺകുട്ടികളാണെന്നുള്ള യാതൊരുവിധ വ്യത്യാസമില്ല. എന്താണ് ആൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന യുദ്ധം ഇവിടെ ഒരു പെൺകുട്ടി ചെയ്ത് കാണിക്കുകയാണ്. അവന്റെ ഫാമിലി അവളെ ഹെൽപ്പ് ചെയ്യുകയാണ്. അച്ഛൻ പോകണ്ട, അച്ഛൻ വീക്കാണ്, അച്ഛന് ആരോഗ്യമില്ല, പ്രായം ചെന്നു, അച്ഛന് യുദ്ധത്തിനൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പൊ അച്ഛന് പകരം മകള് പോയി അച്ഛൻ ചെയ്യേണ്ട കടമകൾ എന്ത് ചെയ്യുന്നു, മകള് നിറവേറ്റുന്നു. ഒരു പെൺകുട്ടിയാണെന്നും പറഞ്ഞ് അവള് എന്ത് ചെയ്യുന്നില്ല, മാറി നിൽക്കുന്നില്ല. സോ യു നോ ജെൻഡർ ഡിഫറൻസ്. ഓൾ ക്യാൻ ഡു ഓൾ വർക്ക്. എല്ലാവർക്കും എന്താണ്, ശ്രമിച്ചാൽ എന്തും ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെന്താണ്, ഒരു വീരഗാഥയാണ്. മുലാന്റെ ഒരു അത് അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു മുലാൻ. സോ read the poem 1 or 2 times. Thank you.